ശാസ്ത്രം റോക്കറ്റ് വേഗത്തിൽ കുതിക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള അന്ധവിശ്വാസവും ആഭിചാര ക്രിയകളും മനുഷ്യബലിയും. മനുഷ്യൻ ശാസ്ത്രബോധം ആർജിച്ചു എന്ന് വിശ്വസിക്കുന്ന ഇക്കാലത്തും ആധുനിക സമൂഹം മന്ത്രവാദത്തെയും ദുർമന്ത്രവാദത്തെയും കൈയൊഴിഞ്ഞിട്ടില്ല എന്നതിന്റെ തെളിവാണ് അരുണാചലിലെ മലയാളികളുടെ മരണം. സമ്പന്നതയും അഭിവൃദ്ധിയും മുന്നിൽ കണ്ട അപകടത്തിലേക്കും അതുവഴി മരണത്തിലേക്കും നടന്നുകയറിയ സംഭവങ്ങൾ കേരളത്തിൽ ഇതാദ്യത്തേതല്ല. ഇലന്തൂരിലെ നരബലി. കരുനാഗപ്പള്ളിയിൽ അന്ധവിശ്വാസത്തിന്റെ പേരിൽ യുവതിക്ക് ഭർത്താവും ബന്ധുക്കളും ഭക്ഷണം നൽകാതെ കൊലപ്പെടുത്തിയ സംഭവം. 2018 ഒരു കുടുംബത്തിലെ 4 പേരെ കൊലപ്പെടുത്തി കുഴിച്ചിട്ടതും കേരളത്തെ ഞെട്ടിച്ച അന്ധവിശ്വാസ കൊലകളായിരുന്നു. സമാനമാണ് ദമ്പതികളും സുഹൃത്തും അരുണാചലിൽ മരിച്ച സംഭവം. അഭ്യസ്തവിദ്യരായ യുവാക്കൾ അന്ധവിശ്വാസത്തിലേക്ക് കടക്കുന്നതിന് കാരണങ്ങൾ പലതാണ്. സൈക്കോളജിക്കൽ പ്രോബ്ലം ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതായത് വിഷാദം, ഡിപ്രഷൻ. ഇവർ കല്യാണം കഴിച്ചിട്ട് 13 വർഷമായി, പക്ഷേ ഇവർക്ക് മക്കളില്ല. അപ്പോൾ ഇവർ മക്കൾ വേണ്ടെന്ന് വെച്ചതായിരിക്കാം. എന്നാൽ പോലും സാധാരണ നമ്മൾ കണ്ടുവരാറുള്ളത് കല്യാണം കഴിച്ച് ഒരു 2 വർഷം കഴിഞ്ഞ് കുട്ടികളില്ലെങ്കിൽ തന്നെ ഭാര്യയും ഭർത്താവും തമ്മിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ പ്രശ്നങ്ങളുണ്ടാകും. അപ്പോൾ ഒരു നിരർത്ഥകത ഇവർക്ക് തോന്നിക്കാണും. ആയുർവേദ ഡോക്ടർമാരായിരുന്ന ദേവിക്കും ഭർത്താവ് നവീനും ആ ജോലി മടുത്ത് ബിസിനസ് ചെയ്യാൻ തീരുമാനിച്ചത് മുതലാണ് കാര്യങ്ങൾ കൈവിട്ടു തുടങ്ങുന്നത്. നവീൻ ഓൺലൈൻ ട്രേഡിങ്ങും കേക്ക് വിൽപ്പനയും നടത്തിയിരുന്നു. ദേവിക്ക് സ്കൂളിലെ ജോലി കൂടി നഷ്ടമായതോടെ നവീൻ്റെ ആശയങ്ങളിലേക്ക് തിരിഞ്ഞുവെന്നാണ് സൂചന. ഇവർ തൊഴിൽപരമായിട്ട് ഇവർ രണ്ടുപേരും പരാജയമാണ്. ഈ ഭാര്യയും ആയുർവേദ ഡോക്ടറാണെങ്കിലും പ്രാക്ടീസ് ചെയ്യുന്നില്ല, ഇപ്പോൾ വെറുതെ ഇരിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം കൊണ്ടാണ് അവർ ഒരു സൂയിസൈഡിലേക്ക് പോയത്. പിന്നെ മറ്റേ പെണ്ണിനെ കൂടെ ഇവർ കൊണ്ടുപോകാൻ കാരണം ആ പെണ്ണിന് എന്തോ പ്രശ്നം ഉണ്ടായിരിക്കാം. അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും തടയാൻ കരട് ബില്ലും പോലീസ് ശുപാർശകളും പലതുണ്ടെങ്കിലും മാറി മാറി വന്ന സർക്കാരുകൾ നിയമം നടപ്പിലാക്കാൻ ഒരു താല്പര്യവും എടുത്തില്ല. ഓരോ അനാചാരം അരങ്ങേറുമ്പോഴും നടുക്കവും പ്രസ്താവനയും മാത്രം. സാങ്കേതിക വിദ്യയുടെ കാലത്ത് വിചിത്ര വഴി തേടാൻ ആളുകൾക്ക് പല മാർഗങ്ങളുമുള്ളപ്പോൾ നിയമത്തിനൊപ്പം ബോധവൽക്കരണം കൂടി ശക്തിയാർജിച്ചാലേ ഫലമുണ്ടാകൂ. 24 തിരുവനന്തപുരം.